ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്ലോക്ക് 1 മൈക്രോ എക്കണോമിക്സിലെ യൂണിറ്റ് 4 ആണ്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. പ്രൊഡക്ഷൻ എന്താണ്? പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഈസ് എ ജനറൽ ടേം ഫോർ ദി ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്സ് ഇൻടു ഔട്ട്പുട്ട്. പ്രൊഡക്ഷൻ എന്ന വാക്ക്, പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? കുറേ ഇൻപുട്ടുകൾ കൊടുത്തിട്ട് അതിനെ ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടല്ലേ? ട്രാൻസ്ഫർമേഷൻ ഓഫ് ഇൻപുട്സ് ഇൻടു ഔട്ട്പുട്ട്, അതായത് ട്രാൻസ്ഫോം ചെയ്യുക. നമ്മൾ ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് വരുന്ന പ്രോസസ്സിനെയാണെന്ന് പറയുന്നത് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഓരോ ആൾക്കാരുടെയും വാണ്ട്സിനെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ പ്രൊഡക്ഷൻ സാധ്യമാവണം അല്ലേ? മാർക്കറ്റ് സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ ഇപ്പം ഓരോ ആൾക്കാർക്കും എന്താണ്? അൺലിമിറ്റഡ് വാണ്ട്സ് ആണുള്ളത്. അപ്പോൾ ഓരോ വ്യക്തികൾക്കും അവരുടെ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് അവിടെ നടക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ അതിന് ഈ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ലേബറുണ്ട്, ക്യാപിറ്റലുണ്ട്, ടെക്നോളജി ഉണ്ട്, അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ്, അങ്ങനെ ഓരോന്ന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ യൂസ് ചെയ്യുന്ന ഓരോ ഇൻപുട്ടുകളെയും നമ്മൾ എന്ത് ചെയ്യും? ആ ഇൻപുട്ടുകളെ ഉപയോഗിച്ച് നമ്മൾ എന്താണ്? ഓരോ ആൾക്കാരുടെയും വാണ്ട്സിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കും അല്ലേ? അത് നമ്മൾ എന്തിലേക്കെത്തും? ഔട്ട്പുട്ടിലേക്കെത്തും, ഉൽപ്പാദനത്തിലേക്കെത്തും, പ്രൊഡക്ഷനിലേക്കെത്തും. മനസ്സിലായല്ലോ? ഇനി പ്രൊഡക്ഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ സെവറൽ റീസൺസ്. ചില കാരണങ്ങളാൽ പ്രൊഡക്ഷൻ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ഫസ്റ്റ് വൺ, ക്രിയേഷൻ ഓഫ് വാല്യൂസ്. അതിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ്. ഓരോ ആൾക്കാരുടെയും വാണ്ട്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസിനെ നമ്മൾ എന്ത് ചെയ്യുക? പ്രൊഡക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓരോ ഇൻപുട്ടിനെയും കൊടുത്തിട്ട് നമ്മൾ ഔട്ട്പുട്ടാക്കി മാറ്റുക അല്ലേ? ഓരോരുത്തരുടെ ഓരോരുത്തരുടെ ആവശ്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക? സാറ്റിസ്ഫൈ ചെയ്യുവാണ്. ഓക്കെ, ഇനി സെക്കൻഡ് വൺ, എക്കണോമിക് ഗ്രോത്ത്. എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുമ്പം നമ്മുടെ ചുറ്റുപാട് ഇപ്പോൾ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ഇവിടെ പുതിയ ടെക്നോളജീസൊക്കെ യൂസ് ചെയ്ത് നമ്മൾ പുതിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ പ്രൊഡക്ഷൻ തന്നെ ഇവിടെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എക്കണോമിയിൽ എന്താണ്? അതൊരു വളർച്ചയല്ലേ? എക്കണോമിക് ഗ്രോത്ത് ആണ്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രൊഡക്ഷൻ ആവശ്യമാണ്. പിന്നെ ഇന്നോവേഷൻ നമ്മൾ പറഞ്ഞ പോലെ ടെക്നോളജി പലതരം ടെക്നോളജീസ് യൂസ് ചെയ്യുക. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഒക്കെ വന്നു കഴിയുമ്പം, ഇന്നോവേഷൻ ഒക്കെ ഉണ്ടായി കഴിയുമ്പം നമ്മുടെ പ്രൊഡക്ഷന് അത് ഏറ്റവും അനിവാര്യമാണ്. ഓക്കെ, കോമ്പറ്റീറ്റീവ്നെസ്, അതായത് കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റ് സിറ്റുവേഷൻ എടുത്തു കഴിയുമ്പോൾ കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ ആ ഒരു കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ? ഇപ്പം ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ഇൻഡസ്ട്രീസ് ഉണ്ടല്ലേ? ഓരോ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ഒന്നിൽ കൂടുതൽ ഇൻഡസ്ട്രീസ് ഉണ്ട്. അപ്പോൾ അവർ തമ്മിലൊരു ഒരു കോമ്പറ്റീഷൻ, ഇന്ന പ്രൈസിൽ, ഇന്ന ക്വാണ്ടിറ്റിയിൽ, ഇന്ന പ്രൈസിൽ, അല്ലെങ്കിൽ ഇന്ന അളവിൽ ഞാനിത് സപ്ലൈ ചെയ്യുമെന്നുള്ളൊരു അല്ലെങ്കിൽ ഞാൻ ഇതൊരു പ്രൊഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടത്തും എന്നുള്ളൊരു കോമ്പറ്റീഷൻ എപ്പോഴും ഉണ്ടെങ്കിൽ നല്ലതാണ്. പ്രൊഡക്ഷന് അത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? നമുക്ക് അതിനൊരു റീസണാണ്, കോമ്പറ്റീഷന് ഒരു റീസണാണ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടൊക്കെ അല്ലേ? പിന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്താ പറയുന്നത്? പ്രൊഡക്ഷൻ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഇംപ്രൂവിങ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് പീപ്പിൾ ബൈ പ്രൊവൈഡിങ് ദം വിത്ത് ആക്സസ് ടു എ വൈഡ് റേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് എൻഹാൻസ് ദെയർ ക്വാളിറ്റി ഓഫ് ലൈഫ്. അതായത് ഓരോ വ്യക്തികളുടെയും അവരുടെ ലൈഫിലെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ആവശ്യമാണ്? പ്രൊഡക്ഷൻ ആവശ്യമാണ്. എൻവിയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രൊഡക്ഷൻ ക്യാൻ ഓൾസോ കോൺട്രിബ്യൂട്ട് ടു എൻവിയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി ബൈ പ്രൊമോട്ടിംഗ് ദ യൂസ് ഓഫ് റിന്യൂവബിൾ റിസോഴ്സസ്, റെഡ്യൂസിങ് വേസ്റ്റ് ആൻഡ് ഇമിഷൻസ് ആൻഡ് ഇംപ്രൂവിങ് റിസോഴ്സ് എഫിഷ്യൻസി. അതായത് എൻവിയോൺമെൻറ്റിൽ നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? അത് വീണ്ടും നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യും? പ്രൊഡക്ഷൻ നടത്തും അല്ലേ? ഓരോ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. റീയൂസബിൾ ആക്കും അല്ലേ? അതിനെ റീയൂസബിൾ ആക്കി മാറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേസ്റ്റ് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും അല്ലേ? അതാണ് എൻവിയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എൻവിയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രൊഡക്ഷൻ നടത്താറുണ്ട്. ഓക്കെ,
അപ്പോൾ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പ്രൊഡക്ഷൻ ഈസ് എ ജനറൽ ടേം ഫോർ ദി ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്സ് ഇൻ ടു ഔട്ട്പുട്ട്. കുറേ ഇൻപുട്ടുകളെ നമ്മൾ എന്താക്കി മാറ്റുന്നു, ഔട്ട്പുട്ടാക്കി മാറ്റുന്നതിനെയാണ് പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ സെവറൽ റീസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേഷൻ ഓഫ് വാല്യൂസ്, എക്കണോമിക് ഗ്രോത്ത്, ഇന്നോവേഷൻ, കോമ്പറ്റീറ്റീവ്നെസ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി, ഇതിനെല്ലാം വേണ്ടിയിട്ട് എന്ത് ആവശ്യമാണ്, പ്രൊഡക്ഷൻ ആവശ്യമാണ്. പ്രൊഡക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സം കീ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ പ്രൊഡക്ഷൻ പ്രോസസ് ഇൻക്ലൂഡ്. നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എന്തൊക്കെ കീ ഫാക്ടേഴ്സാണ്, പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എന്തെല്ലാം കീ ഫാക്ടേഴ്സാണ് ഉൾപ്പെടുന്നതെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യും അല്ലേ. അതായത് കൂടുതലും കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ടെക്നോളജീസ് യൂസ് ചെയ്യും. ലേബർ, ക്യാപിറ്റൽ, റോ മെറ്റീരിയൽസ്, ഗവൺമെൻറ് പോളിസീസ്, ഇതെല്ലാം എന്താണ് ഒരു പ്രൊഡക്ഷൻ്റെ കീ ഫാക്ടേഴ്സ് ആണ് അല്ലേ. ടെക്നോളജി നോക്കുന്നത് എന്താണ്, നമ്മൾ പുതിയ പെട്ടെന്ന് ഓരോ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ വേണ്ടി ടെക്നോളജി യൂസ് ചെയ്യുന്നു. ലേബർ, നമ്മളിപ്പം ഒരു പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയെ നോക്കിക്കോ, അവിടെ ലേബറിൻ്റെ ആവശ്യമുണ്ട്. അത് അത് പാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ അതിൻ്റെ സ്വിച്ചിങ്ങിന് എല്ലാത്തിനും വേണ്ടിയിട്ട് എന്താണ് ഒരു ലേബർ ആവശ്യമാണ്. അവിടെ അതിൻ്റെ പ്രധാനമായിട്ടും ക്യാപിറ്റൽ, ഒരു മൂലധനം ആവശ്യമാണ്. റോ മെറ്റീരിയൽസ് ആവശ്യമാണ്. ഗവൺമെൻറ് പോളിസീസ് എന്ന് ഉദ്ദേശിക്കുന്നത് അവർ ടാക്സും സബ്സിഡീസും ഒക്കെ ഏർപ്പെടുത്തുമല്ലോ. അതപ്പം നമ്മുടെ ഈ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ആ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും നമ്മൾ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്രയും ഘടകങ്ങൾ എന്താണ്, കീ ഫാക്ടേഴ്സ് ആണ്. എന്തിൻ്റെ, പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ കീ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്നോളജി, ലേബർ, ക്യാപിറ്റൽ, റോ മെറ്റീരിയൽസ്, ഗവൺമെൻറ് പോളിസീസ് എന്നിവയാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൊഡക്ഷൻ ഫങ്ഷനെ കുറിച്ചാണ്. എന്താണ് പ്രൊഡക്ഷൻ ഫങ്ഷൻ? പ്രൊഡക്ഷൻ ഫങ്ഷനകത്ത് QX = ഫങ്ഷൻ ഓഫ് LK. ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ QX എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഓഫ് കമോഡിറ്റി X. അതായത് നമ്മൾ എക്സ് എന്ന് പറയുന്ന കമോഡിറ്റി ഉൽപ്പാദിപ്പിക്കാനുള്ള ക്വാണ്ടിറ്റി, അളവാണ് QX എന്ന് പറയുന്നത്. അതിൻ്റെ ടോട്ടൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? L എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ലേബർ ഇൻപുട്ട് യൂസ്ഡ് ഇൻ ദി പ്രൊഡക്ഷൻ. ആ ഒരു പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി എക്സ് എന്ന് പറയുന്ന ഒരു കമോഡിറ്റി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട്, കമോഡിറ്റി അളവെന്ന് പറഞ്ഞല്ലോ, ആ കമോഡിറ്റി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര എമൗണ്ട് ലേബർ എന്ന് പറയുന്ന ഇൻപുട്ടാണല്ലോ, ഈ ലേബറിനെ എത്ര എമൗണ്ട് ഓഫ് ലേബറിനെ നമ്മൾ ഉപയോഗിച്ചു ആ പ്രൊഡക്ഷന് വേണ്ടി എന്നതാണ് L എന്ന് സൂചിപ്പിക്കുന്നത്. K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻപുട്ട് യൂസ്ഡ് ഇൻ ദി പ്രൊഡക്ഷൻ. ആ പ്രൊഡക്ഷൻ നമ്മൾ എത്രത്തോളം ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, K സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇൻപുട്ട് നമുക്ക് വേണ്ട ഇൻപുട്ടുകൾ ഉപയോഗിച്ച് നമ്മൾ ആൾക്കാരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അവർ ആവശ്യത്തിലുള്ള ഇൻപുട്ടുകൾ ഉപയോഗിച്ചിട്ട് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നു, ഔട്ട്പുട്ടിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഔട്ട്പുട്ടിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ അവിടെ യൂസ് ചെയ്യുന്നു എന്നതുള്ളതാണ്. നമ്മൾ എന്തെല്ലാം ഇൻപുട്ടുകൾ യൂസ് ചെയ്തു, അതിൻ്റെ എത്ര എമൗണ്ട് നമ്മൾ യൂസ് ചെയ്തു, അതിലാണ് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഓഫ് കമോഡിറ്റി നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അതാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ 2 തരത്തിലാണ് തിരിച്ചിരിക്കുന്നത്. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും ഉണ്ട്, ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും ഉണ്ട്. എന്താണ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കമോഡിറ്റി ചെറിയ കാലയളവിലേക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു കമോഡിറ്റി ആയിരിക്കും ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിനകത്ത് വരുന്നത്. അതായത് പെട്ടെന്ന് ഒരു കമോഡിറ്റി, ചിലപ്പോൾ ഒരു കമോഡിറ്റി ആയിരിക്കും അല്ലേ, ആ ഒരു കമോഡിറ്റിയുടെ ബേസിസിലായിരിക്കും ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ കാര്യം പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്, Q = ഫംഗ്ഷൻ ഓഫ് KL. Q എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ്, എത്ര ക്വാണ്ടിറ്റി ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തെന്നുള്ളതാണ് Q എന്ന് പറയുന്നത്. K എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ, അത് ഒരു ഫിക്സഡ് ഇൻപുട്ടാണ്. അതായത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് മാത്രമേ നമ്മൾ ഉപയോഗിച്ച് നമ്മൾ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ ഷോർട്ട് റണ്ണിൽ. അതായത് പെട്ടെന്ന് ഉൽപ്പാദിപ്പിക്കുന്നതാണല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു
ഇൻപുട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഫിക്സഡ് ഇൻപുട്ടാണ്, അതിനകത്ത് മാറ്റമില്ല. ക്യാപിറ്റൽ ഇത്ര ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഓക്കെ. ലേബർ എന്ന് പറയുന്നത് വേരിയബിൾ ഇൻപുട്ടാണ്. അതിൻ്റെ എണ്ണം ഇപ്പം പെട്ടെന്ന് തയ്യാറാക്കേണ്ടതാണെങ്കിൽ ലേബറിൻ്റെ എണ്ണം ചിലപ്പോൾ കൂടാം അല്ലെങ്കിൽ കുറയാം, അങ്ങനെയൊക്കെ അതെന്താണ് വേരിയബിൾ ഇൻപുട്ടായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ. അപ്പോൾ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, മറ്റേത് മാത്രമേ വേരിയബിൾ ആവത്തുള്ളൂ. ഓക്കെ. എന്നാൽ ലോങ് റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദീർഘകാലത്തേക്ക് പ്രൊഡക്ഷൻ നടത്തുന്നതിനെയാണ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അത് ഒന്നിൽ കൂടുതൽ പ്രൊഡക്ഷനാണ് നടത്തുന്നത്. ഒരു ഉൽപ്പന്നം മാത്രമല്ല ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവിടെ എന്താണ് പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടേയിരിക്കുക, ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഓക്കെ. ഇവിടെ എപ്പോഴും എന്താണ്, ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഇൻപുട്ടും ഇല്ല. ഇവിടെ എന്താണ്, ഒരു ഫിക്സഡ് ആയിട്ടൊരു ഇൻപുട്ടും ഇവിടെ ലോങ് റണ്ണിൽ ഇല്ല. ഓക്കെ. ഇത് നോക്കിയേ, ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിനകത്ത് ഇക്വേഷൻ ഇങ്ങനെയാണ്: Q = ഫംഗ്ഷൻ ഓഫ് KLT. എന്താണ് Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസസ്. മറ്റേത് തന്നെയാണ്, പ്രൊഡ്യൂസ്ഡ് ആണ്. എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു. K എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ക്യാപിറ്റലാണ്. L എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ലേബറാണ്. T എന്ന് പറഞ്ഞാൽ ലെവൽ ഓഫ് ടെക്നോളജിയാണ്. ഓക്കെ, മനസ്സിലായല്ലോ? ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഓഫ് ക്യാപിറ്റൽ, എത്ര ലേബർ അല്ലെങ്കിൽ എത്ര ടെക്നോളജി ലെവൽ ഓഫ് ടെക്നോളജി യൂസ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ടോട്ടലാണ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനകത്ത് നടക്കുന്നത്. ഇത് ലോങ് റൺ ആണ്. ഇവിടെ എന്താണ്, ഷോർട്ട് റൺ അല്ല. അതായത് ദീർഘകാലത്തേക്കുള്ള പ്രൊഡക്ഷനാണ് ഇവിടെ നടക്കുന്നത്. ഒന്നിൽ കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇൻപുട്ട് ഒന്നും ഫിക്സ്ഡ് അല്ല, എല്ലാം വേരിയബിൾ തന്നെ ആണ്. ഇനി അടുത്ത് നോക്കിയേ, ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വേഴ്സസ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇത് തമ്മിൽ രണ്ടിനും വ്യത്യാസമുണ്ട് അല്ലേ? ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനകത്ത് എന്താ പറയുന്നത്? ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്? ദ ടേം ഷോർട്ട് റൺ റെഫേഴ്സ് ടു എ ടൈം ഫ്രെയിം ഡ്യൂറിങ് വിച്ച് അറ്റ്ലീസ്റ്റ് വൺ പ്രൊഡക്ഷൻ എലമെൻറ്റ് ഈസ് ഫിക്സഡ്. അതായത് എലമെൻറ്റ് ഈസ് ഫിക്സഡ്, ഏതെങ്കിലും ഒരു എലമെൻറ്റ് ഫിക്സഡ് ആക്കി വെച്ചിട്ടുകൊണ്ട് അറ്റ്ലീസ്റ്റ് വൺ പ്രൊഡക്ഷൻ, ഇവിടെ ഒരു പ്രൊഡക്ഷനേ ഇവിടെ നടക്കുന്നുള്ളൂ. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ടേം ഷോർട്ട് റൺ, ഇതെന്താണ്? ഒരു ഷോർട്ട് റൺ ആണ്. റെഫേഴ്സ് ടു എ ടൈം ഫ്രെയിം, ഒരു നിശ്ചിത സമയമുണ്ട്. ഡ്യൂറിങ് വിച്ച് അറ്റ്ലീസ്റ്റ് വൺ പ്രൊഡക്ഷൻ എലമെൻറ്റ് ഈസ് ഫിക്സഡ്. ഓക്കെ. ഏതെങ്കിലും ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷനാണ് അവിടെ നടക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ്റെ ഫിക്സഡ് എലമെൻറ്റ് വെച്ചിട്ടായിരിക്കും ഇവിടെ എന്താണ് പ്രൊഡക്ഷൻ നടക്കുന്നത്. ഇനി ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ദ ടേം ലോങ് റൺ റെഫേഴ്സ് ടു എ ടൈം ഫ്രെയിം ഇൻ വിച്ച് ഓൾ പ്രൊഡക്ഷൻ എലമെൻറ്റ്സ് ആർ സബ്ജക്റ്റ് ടു ചേഞ്ച്. The term long run refers to a time frame in which all production elements are subject to change. അതായത് ലോങ് റണ്ണിൽ പറയുന്നത് ഓരോ സമയത്തിനനുസരിച്ച് എന്ത് ചെയ്യും? വിച്ച് ഓൾ പ്രൊഡക്ഷൻ എലമെൻറ്റ്സ് ആർ സബ്ജക്റ്റ് ടു ചേഞ്ച്. അത് ഓരോ പ്രൊഡക്ഷനും എന്ത് ചെയ്യും? ഓരോ പ്രൊഡക്ഷൻ എലമെൻറ്റ്സ് എന്ത് ചെയ്യും? ഓരോ സമയത്തിനനുസരിച്ച് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ ചേഞ്ചബിൾ ആണ്, ഇവിടെ ഫിക്സ്ഡ് ആണ് അല്ലേ? ഇനി അടുത്ത് നോക്കിയേ, ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ ഓർ റിട്ടേൺസ് ടു എ ഫാക്ടർ ആണ് എന്തിനകത്തുള്ളത്? ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനകത്ത് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ ആയിരിക്കും. അവിടുത്തെ ലോ എന്ന് പറയുന്നത് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ ഓർ റിട്ടേൺസ് ടു എ ഫാക്ടർ ആണ്. എന്നാൽ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനകത്തോ ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിലാണ്. ഓക്കെ, ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിലാണ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനകത്ത്. ഇനി ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനകത്ത് ദ പ്രൊഡക്ഷൻ സ്കെയിൽ റിമെയിൻസ് അൺചേഞ്ച്ഡ്. പ്രൊഡക്ഷൻ സ്കെയിൽ എന്ന് പറയുന്നത് എന്താണ്? റിമെയിൻസ് അൺചേഞ്ച്ഡ് ആണ് അല്ലേ? പ്രൊഡക്ഷൻ സ്കെയിൽ എപ്പോഴും കൂടുവോ കുറയുവോ? ഇവിടെ അൺചേഞ്ച്ഡ് ആണ് അല്ലേ? ഇവിടെ ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല പ്രൊഡക്ഷൻ സ്കെയിലിന്. എന്നാൽ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ചേഞ്ച് ഇൻ ദി പ്രൊഡക്ഷൻ സ്കെയിൽ എന്തുണ്ട്?
ചേഞ്ചസ് ഉണ്ടെന്നാണ് എന്തിനകത്ത് പറയുന്നത്, ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനകത്ത് ചേഞ്ച് ഇൻ പ്രൊഡക്ഷൻ സ്കെയില്. ഓക്കെ, അപ്പോൾ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും തമ്മിലുള്ള വ്യത്യാസം കണ്ടു. ദ ടേം ഷോർട്ട് റൺ റെഫേഴ്സ് ടു എ ടൈം ഫ്രെയിം ഡ്യൂറിങ് വിച്ച് അറ്റ്ലീസ്റ്റ് വൺ പ്രൊഡക്ഷൻ എലമെൻറ്റ് ഈസ് ഫിക്സഡ്. അതുപോലെ തന്നെ ഇവിടുത്തെ ലോ എന്ന് പറയുന്നത് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ ഓർ റിട്ടേൺസ് ടു എ ഫാക്ടർ ആണ്. അതുപോലെ തന്നെ ഇവിടുത്തെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദ പ്രൊഡക്ഷൻ സ്കെയിൽ റിമെയിൻസ് അൺചേഞ്ച്ഡ്. ഇവിടുത്തെ ചേഞ്ച് ആണോ അൺചേഞ്ച്ഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ സ്കെയിൽ ഈസ് അൺചേഞ്ച്ഡ് എന്ന് വേണം പറയാൻ. പിന്നെ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എടുക്കുമ്പോൾ ദ ടേം ലോങ് റൺ റെഫേഴ്സ് ടു എ ടൈം ഫ്രെയിം ഇൻ വിച്ച് ഓൾ പ്രൊഡക്ഷൻ എലമെൻറ്റ്സ് ആർ സബ്ജക്ട് ടു ചേഞ്ച്, ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ, ചേഞ്ച് ഇൻ ദി പ്രൊഡക്ഷൻ സ്കെയിൽ. ഇത് ഇത്രയുമാണ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ട എന്താണ്, ആദ്യം നമ്മൾ പഠിച്ചു എന്താണ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു. പ്രൊഡക്ഷൻ ഇമ്പോർട്ടൻ്റ് ആകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ കീ ഫാക്ടേഴ്സ് ഏതൊക്കെയായിരുന്നു, ടെക്നോളജി, ലേബർ, ക്യാപിറ്റൽ, റോ മെറ്റീരിയൽസ്, ഗവൺമെൻറ് പോളിസീസ് എന്നൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലേക്ക് വന്നു. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ രണ്ട് തരത്തിലാണുള്ളത്, ഷോർട്ട് റണ്ണും ഉണ്ട് ലോങ് റണ്ണും ഉണ്ട്. അവ തമ്മിലുള്ള ഡിഫറൻസും പറഞ്ഞു. ഇനി അടുത്ത നോക്കാൻ പോകുന്നത് ബേസിക് കോൺസെപ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് പ്രൊഡക്ഷൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, 3 ബേസിക് കോൺസെപ്റ്റ് ആണുള്ളത്. ടോട്ടൽ പ്രൊഡക്റ്റ് TP എന്നറിയപ്പെടും, ആവറേജ് പ്രൊഡക്റ്റ് AP എന്നറിയപ്പെടും, മാർജിനൽ പ്രൊഡക്റ്റ് MP എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ബേസിക് കോൺസെപ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 തരത്തിലാണ് ആ കോൺസെപ്റ്റിനെ, പ്രൊഡക്ഷൻ കോൺസെപ്റ്റിനെ 3 തരത്തിലാണ് തിരിച്ചിരിക്കുന്നത്. ടോട്ടൽ പ്രോഡക്റ്റ്, ആവറേജ് പ്രോഡക്റ്റ്, മാർജിനൽ പ്രോഡക്റ്റ്. ഫസ്റ്റ് നോക്കാം ടോട്ടൽ പ്രോഡക്റ്റ്. അതായത് നമ്മുടെ കയ്യിലുള്ള ഇൻപുട്ടിനെ ഉപയോഗിച്ച് മാക്സ് എത്രത്തോളം ഔട്ട്പുട്ടുകൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്നതിനെയാണ് ടോട്ടൽ പ്രോഡക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രൊഡക്ഷൻ എന്താണെന്നുള്ളതാണ് ടോട്ടൽ പ്രോഡക്റ്റ്. ഓക്കെ, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ആകെ പ്രൊഡക്ഷനെയാണ് എന്തെന്ന് പറയുന്നത്, ടോട്ടൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലുള്ള ഇൻപുട്ടുകൾ ഉപയോഗിച്ച് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന മാക്സിമം ഔട്ട്പുട്ടിനെയാണ് ടോട്ടൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആകെ ഉൽപ്പാദനത്തിനെയാണ് എന്തെന്ന് പറയുന്നത് ടോട്ടൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ആവറേജ് പ്രോഡക്റ്റ്? ആവറേജ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ പ്രോഡക്റ്റ് ബൈ ക്വാണ്ടിറ്റി ഓഫ് ഫാക്ടർ. അതായത് നമ്മളിപ്പം എത്ര ക്വാണ്ടിറ്റിയാണ് എത്ര ക്വാണ്ടിറ്റിയാണ് ഒരു ഫാക്ടർ എന്ന് പറയുമ്പോൾ ഇൻപുട്ട് എത്രയാണ് നമ്മൾ ഉപയോഗിച്ചത്, ആ ഇൻപുട്ട് വഴി നമ്മൾ എത്ര പ്രൊഡക്ഷൻ നടത്തി എന്ന് തന്നെയാണ് ടോട്ടൽ പ്രോഡക്റ്റ് ബൈ ക്വാണ്ടിറ്റി ഓഫ് ഫാക്ടർ ഉദ്ദേശിക്കുന്നത്. അതായത് ടോട്ടൽ പ്രോഡക്റ്റ് ഇപ്പം നമ്മൾ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നം, ക്വാണ്ടിറ്റി ഓഫ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഫാക്ടറാണ് ഉപയോഗിച്ചത്, ലേബറാണോ ക്യാപിറ്റലാണോ, അത് എത്ര ആണെന്ന് ഉപയോഗിച്ചെന്ന് വെച്ചിട്ട് അത് അങ്ങനെയാണ്. അപ്പം ഇപ്പോൾ TP ഡിവൈഡഡ് ബൈ ചിലപ്പോൾ L ആയിരിക്കും, TP ഡിവൈഡഡ് ബൈ ചിലപ്പോൾ K ആയിരിക്കും. നമ്മൾ എത്ര ക്യാപിറ്റൽ ഉപയോഗിച്ചു, നമ്മൾ ടോട്ടൽ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ഓഫ് ഫാക്ടർ ആണ് പറയുന്നത്. ഓക്കെ, അതായത് ആവറേജ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞ് നമ്മൾ എത്ര ദ ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഓഫ് ദി ഫാക്ടർ യൂസ്ഡ് ഈസ് നോൺ ആസ് ദി ആവറേജ് പ്രോഡക്റ്റ്. നമ്മൾ എത്ര യൂണിറ്റ് ഫാക്ടർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചത്, എത്ര ക്വാണ്ടിറ്റി ഓഫ് ഫാക്ടർ ഉപയോഗിച്ചിട്ടാണ് ആ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ചത് എന്നുള്ളതിൻ്റെ ടോട്ടലാണ് എന്തെന്ന് പറയുന്നത് ആവറേജ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. എന്താണ് മാർജിനൽ പ്രോഡക്റ്റ്? ചേഞ്ച് ഇൻ ടോട്ടൽ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ വേരിയബിൾ ഫാക്ടർ. അതിനകത്ത് തന്നെ ഉണ്ടല്ലോ. അതായത് നമ്മൾ ചേഞ്ച് ഇൻ ടോട്ടൽ, നമ്മുടെ ടോട്ടൽ പ്രോഡക്റ്റിൻ്റെ ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം വേരിയബിൾ ഫാക്ടേഴ്സ് ചേഞ്ചസ് വരുത്തി, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ലേബറിൽ എത്ര ചേഞ്ച് വരുത്തി, അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റലിന് എത്ര ചേഞ്ച് വരുത്തി, എന്തിനു വേണ്ടിയിട്ട് ടോട്ടൽ പ്രൊഡക്റ്റിലെ ചേഞ്ചസിന് വേണ്ടിയിട്ട് നമ്മൾ വേരിയബിൾ ഫാക്ടേഴ്സിന് ചേഞ്ചസ് വരുത്തുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ടോട്ടൽ പ്രൊഡക്റ്റിലെ ചേഞ്ചസിന് വേണ്ടി നമ്മൾ വേരിയബിൾ ഫാക്ടേഴ്സിൽ വന്ന
ചേഞ്ചസ് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാർജിനൽ പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നത്. അവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത്, മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പം ടോട്ടൽ പ്രോഡക്റ്റിലെ ചേഞ്ചസിന് വേണ്ടിയിട്ട് നമ്മൾ വേരിയബിൾ ഫാക്ടേഴ്സ് വരുത്തിയ ചേഞ്ചസിനെയാണ് മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ പ്രോഡക്റ്റ് ഉണ്ട്, ആവറേജ് പ്രോഡക്റ്റ് ഉണ്ട്. ഈ ടോട്ടൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ കയ്യിലുള്ള ഇൻപുട്ട് ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഔട്ട്പുട്ടിനെയാണ്, ആകെ ഉൽപ്പന്നത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ടോട്ടൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ആവറേജ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോട്ടൽ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ഓഫ് ഫാക്ടർ. നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഓഫ് ഫാക്ടറാണ്, ക്വാണ്ടിറ്റി ഓഫ് വേരിയബിൾ ഫാക്ടറാണ്, നമ്മൾ എത്ര ഫാക്ടറാണ് നമ്മൾ ഈ ടോട്ടൽ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് എന്നുള്ളതാണ് ആവറേജ് പ്രോഡക്റ്റ്. പിന്നെ മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റിലെ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര വേരിയബിൾ ഫാക്ടേഴ്സ് ചേഞ്ചസ് വരുത്തി എന്നുള്ളതാണ് മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഡെൽറ്റ ടി പി ആണെങ്കിൽ ഡിവൈഡഡ് ബൈ ഡെൽറ്റ കെ അല്ലെങ്കിൽ ഡെൽറ്റ എൽ, അങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ. ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനകത്താണ്, ഷോർട്ട് റണ്ണിലെയാണ്. ഷോർട്ട് റണ്ണിലെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ. ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ ആയിരിക്കും അവിടെ നടക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അവിടുത്തെ പ്രൊഡക്ഷൻ ഏതെങ്കിലും ഒന്നായിരിക്കും. ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ 3 സ്റ്റേജസിലായിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്. ഓക്കെ, ഇനി നോക്കിയേ, ഫസ്റ്റ് സ്റ്റേജ് നോക്കിയേ. ഫസ്റ്റ് സ്റ്റേജിനകത്ത് എന്താ കാണുന്നത്, ഫസ്റ്റ് സ്റ്റേജിനകത്ത് ഇതൊരു ഇൻക്രീസിങ് റിട്ടേൺ സ്റ്റേജ് ആണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്താണ്, ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലാണ് ഫസ്റ്റ് സ്റ്റേജ്. അതിനകത്ത് മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ദി വേരിയബിൾ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുകയാണ്. മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ദി വേരിയബിൾ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യാണ്. താഴെ കണ്ടില്ലേ, ഇവിടെ ഇൻക്രീസ് ചെയ്യുകയാണ്. മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ദി വേരിയബിൾ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പം അവിടെ എന്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, സ്പെഷ്യലൈസേഷനും ഡിവിഷൻ ഓഫ് ലേബർ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ടോട്ടൽ പ്രോഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. പിന്നീട് ദെൻ ഡിക്രീസ് അറ്റ് ഡിക്രീസിങ് റേറ്റ്, പിയിൽ നിന്ന് ക്യൂവിലേക്ക് എന്ത് ചെയ്യുക, ഡിക്രീസ് ചെയ്യുക. ഡിക്രീസിങ് റേറ്റിൽ എന്ത് ചെയ്യുന്നു, അത് പിയിൽ നിന്ന് ക്യൂ ആയിട്ട് കുറയുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റേജ് നടക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസിങ് റിട്ടേൺസ് ആണ് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് നോക്കിക്കേ, സെക്കൻഡ് സ്റ്റേജിൽ ഡിമിനിഷിങ് റിട്ടേൺസ് ടു സ്കെയിലാണ്. അതായത് സെക്കൻഡ് സ്റ്റേജ് വരുമ്പോൾ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ദി വേരിയബിൾ ഇൻപുട്ട് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, താഴെയാണ് ചെയ്യുന്നത്. ഡിക്രീസ് ചെയ്യുന്നു, നമ്മൾ ഇവിടെ കാണാം താഴോട്ട് പോവുകയാണ്, ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതെന്താണ്, ഇവിടെ എന്താണ്, ഒരു ലിമിറ്റഡ് കപ്പാസിറ്റി ഇൻ മെഷീൻസ് ആൻഡ് ബിൽഡിങ്സ്. ഇവിടെ അതിൻ്റെ കാരണം എന്താണ്, ലിമിറ്റഡ് കപ്പാസിറ്റി ഉള്ളൂ. എന്തിനാ, മെഷീൻസിനും ബിൽഡിങ്സിനും ഒക്കെ ലിമിറ്റഡ് കപ്പാസിറ്റി ഉള്ളൂ. പിന്നെ പറയുന്നത് ടോട്ടൽ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അറ്റ് എ ഡിക്രീസിങ് റേറ്റിൽ, കുറഞ്ഞ അളവിലാണ് കൂടുന്നതായിട്ട് കാണിക്കുന്നത്. ഓക്കെ, ടോട്ടൽ പ്രോഡക്റ്റ് ഇൻക്രീസസ് അറ്റ് എ ഡിക്രീസിങ് റേറ്റ്. ഇനി അടുത്ത തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നെഗറ്റീവ് റിട്ടേൺസ് ടു സ്കെയിലാണ്. ഇവിടെ നെഗറ്റീവ് റിട്ടേൺസ് ആണ്. അതായത് തേർഡ് സ്റ്റേജിനകത്ത് പറയുന്നത് എന്താണ്, മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ദി വേരിയബിൾ ഇൻപുട്ട് ബിക്കംസ് നെഗറ്റീവ്. മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യുക, നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആവുകയാണ്. അന്നേരം ഈ ടോട്ടൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. തേർഡ് സ്റ്റേജിൽ എന്ത് ചെയ്യുക, ടോട്ടൽ പ്രോഡക്റ്റ് റെഡ്യൂസ് ചെയ്യുക. ഇതാണ് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻസ്. ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻസ് ഷോർട്ട് റണ്ണിലെ കാര്യമാണ് പറയുന്നത്. ഇത് 3 സ്റ്റേജിലാണ്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജ് ഇൻക്രീസിങ് റിട്ടേൺസ് ആണ്, സെക്കൻഡ് സ്റ്റേജ് ഡിമിനിഷിങ് റിട്ടേൺസ് ആണ്, തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നെഗറ്റീവ് റിട്ടേൺസ് ആണ്. ഓക്കെ, അതിൻ്റെ ബ്രീഫായിട്ടുള്ളൊരു ഇത് സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. ഓക്കെ,
ഇനി അടുത്തത് ദ ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. ദ ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ എന്താണ്? ദ ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the law of returns to scale describes the relationship between the scale of production and the resulting level of output in the long run. ഇത് ലോങ് റണ്ണിലെ കാര്യമാണ് പറയുന്നത്. ദ ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ, അതായത് പ്രൊഡക്ഷനും പിന്നെ റിസൾട്ടിങ് ലെവൽ ഓഫ് ഔട്ട്പുട്ടും അതിൽ നിന്ന് ലഭിക്കുന്ന ഔട്ട്പുട്ടിൻ്റെ റിലേഷൻഷിപ്പിനെയാണ് ദ ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ സൂചിപ്പിക്കുന്നത്. ഇത് ഏത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ലോയാണ്? ഇത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ലോയാണ്. ഏത്? ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. അതിനകത്ത് അത് എന്തിൻ്റെയൊക്കെ റിലേഷൻഷിപ്പിനെയാണ് കാണിക്കുന്നത്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ദി റിസൾട്ടിങ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഇൻ ദി ലോങ് റൺ. അതാണ് ദ ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നോക്കിക്കേ, ഈ ഫിഗർ നോക്കിക്കേ, അതിനകത്ത് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിലിൻ്റെ ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നോക്കിക്കേ, R2P വരെ, ആറിൽ നിന്ന് P വരെ എന്ന് പറയുന്നത് ഇൻക്രീസിങ് റിട്ടേൺസ് ആണെന്ന് പറഞ്ഞു. P to Q വരെ കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ആണ്. Q to S വരെ ഡിമിനിഷിങ് റിട്ടേൺസ് ആണെങ്കിൽ ഡിക്രീസിങ് റിട്ടേൺസ് ആണ്, അല്ലേ? Q to S വരെ ഡിമിനിഷിങ് റിട്ടേൺസ് അല്ലെങ്കിൽ ഡിക്രീസിങ് റിട്ടേൺസ്. ഓക്കെ, ഫസ്റ്റ് പോസിറ്റീവ്ലി സ്ലോപ്പ് ആണ് എന്തെന്ന് പറയുന്നത്? ഈ ഇൻക്രീസിങ് റിട്ടേൺസ് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ്ലി സ്ലോപ്പ് ആണ്. അതായത് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കാം. പ്രൊഡക്ഷൻ ഇൻക്രീസ്, ഇവിടെ എന്ത് ചെയ്യുന്നു? പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു, അല്ലേ? മാർജിനൽ പ്രോഡക്റ്റ് ആണ് വൈ ആക്സിസിൽ സൂചിപ്പിക്കുന്നത്. എക്സ് ആക്സിസിൽ യൂണിറ്റ് ഓഫ് ഫാക്ടറി ഇൻപുട്ട്, എത്ര ഇൻപുട്ട് യൂസ് ചെയ്തിട്ടുള്ളതെന്നുള്ളത്. അതിനകത്ത് ഫസ്റ്റ് വൺ R2P വരെയുള്ള ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഇൻക്രീസിങ് റിട്ടേൺസ് ആണ്, അല്ലെങ്കിൽ പോസിറ്റീവ്ലി സ്ലോപ്പ് ആണ്. ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ അവിടുത്തെ ഔട്ട്പുട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ Pയിൽ നിന്ന് ആറിൽ നിന്ന് Pയിലേക്ക് പോകുമ്പോഴത്തേന് അവിടുത്തെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അവിടുത്തെ ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? ആവറേജ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കോസ്റ്റ്, ചിലവെന്ന് പറയുന്നത് എന്താണ്? പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യുക. ആവറേജ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? കുറയുന്നു എന്നാണ് ഫസ്റ്റ് സ്റ്റേജ് കാണിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് മനസ്സിലായാലോ? ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് റിട്ടേൺസ് ആണ്, അല്ലെങ്കിൽ പോസിറ്റീവ്ലി സ്ലോപ്പാണ്. ആറിൽ നിന്ന് P വരെ എന്താണ്? പോസിറ്റീവ്ലി സ്ലോപ്പാണ്. ഇനി അടുത്ത് നോക്കിയേ, Pയിൽ നിന്ന് Qവിലേക്കുള്ള കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് എന്നാണ് എഴുതിയേക്കുന്നത്. Pയിൽ നിന്ന് Qവിലേക്ക് അത് സ്ട്രെയിറ്റ് ലൈനാണ്. എന്താണ്? സ്ട്രെയിറ്റ് ലൈനാണ്. ഇവിടെ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഇൻക്രീസസ് അറ്റ് സെയിം റേറ്റ്. അതായത് ഇവിടെ പ്രൊഡക്ഷനും ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഏത് റേറ്റിൽ? സെയിം റേറ്റിൽ. അപ്പം സെയിം റേറ്റിൽ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ ആവറേജ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതാണ് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പം ആദ്യം എന്താ പറഞ്ഞേ? പ്രൊഡക്ഷൻ, ആദ്യത്തെ ഭാഗത്ത് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആവറേജ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റേജിൽ കോൺസ്റ്റൻറ്റ് റിട്ടേൺസിൽ സ്ട്രെയിറ്റ് ലൈനാണ്. അവിടുത്തെ പ്രൊഡക്ഷനും ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, സെയിം റേറ്റിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ആവറേജ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഇനി അടുത്ത ഡിമിനിഷിങ് റിട്ടേൺസ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ Qവിൽ നിന്ന് Sയിലേക്കുള്ള ആ പോയിന്റ്, ഇതെന്ന് പറയുന്നത് ഡിമിനിഷിങ് റിട്ടേൺസ് അല്ലെങ്കിൽ ഡിക്രീസിങ് റിട്ടേൺസ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ്ലി സ്ലോപ്പാണ്. എന്താണ്? നെഗറ്റീവ്ലി സ്ലോപ്പാണ്. ഇവിടെ പ്രൊഡക്ഷനും ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് സ്ലോവർ റേറ്റിലാണ്. ചെറിയ രീതിയിൽ മാത്രമേ പ്രൊഡക്ഷനും ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ അവിടുത്തെ ആവറേജ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ്? ഇൻക്രീസ് ചെയ്യുകയാണ്, അല്ലേ? അപ്പം പ്രൊഡക്ഷനും ഔട്ട്പുട്ടും അവിടെ സ്ലോവർ റേറ്റിലേ ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ, പക്ഷേ അവിടുത്തെ ആവറേജ് കോസ്റ്റ് എന്താണ്? ഇൻക്രീസ് ആണ്. അതാണ് ഈ ഒരു ഫിഗർ കാണിക്കുന്നത്. ഓക്കെ, ദ ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഔട്ട്പുട്ട് ആണ് നമ്മൾ പറഞ്ഞു. ഔട്ട്പുട്ടിലും ഇൻപുട്ടിലും പ്രൊഡക്ഷനിലും ഔട്ട്പുട്ടിലും ഉണ്ടാകുന്ന ചേഞ്ചസ്, പിന്നെ ആവറേജ് കോസ്റ്റിലും ഉണ്ടാകുന്ന ചേഞ്ചസുമാണ് ഈ ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിലിനകത്ത് പറയുന്നത്. മനസ്സിലായല്ലോ? ഇത്രയും മനസ്സിലായല്ലോ?
പോസിറ്റീവ്ലി സ്ലോപ്പ് ഉണ്ട്, സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്, നെഗറ്റീവ്ലി സ്ലോപ്പ് ഉണ്ട്. ഈ പോസിറ്റീവ്ലി സ്ലോപ്പിനെ നമ്മൾ ഇൻക്രീസിങ് റിട്ടേൺസ് എന്നും സ്ട്രെയിറ്റ് ലൈനിനെ കോൺസ്റ്റന്റ് റിട്ടേൺസ് എന്നും നെഗറ്റീവ്ലി സ്ലോപ്പിനെ ഡിമിനിഷിങ് റിട്ടേൺസ് എന്നുമാണ് പറയുന്നത്. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ. നെക്സ്റ്റ് വൺ, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിന് മുന്നേ നമ്മൾ ഇതുവരെ നോക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രൊഡക്ഷൻ നോക്കി, പ്രൊഡക്ഷനിലെ എന്താണ് കീ ഫാക്ടേഴ്സ് എന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കീ ഫാക്ടേഴ്സ് നോക്കി, പ്രൊഡക്ഷൻ ഫങ്ഷൻസ് കണ്ടു. പ്രൊഡക്ഷൻ ഫങ്ഷൻ 2 തരത്തിലുണ്ടെന്ന് പറഞ്ഞു, ഷോർട്ട് റണ്ണും ലോങ് റണ്ണും. പിന്നെ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഡിഫറൻസസ് കണ്ടു. ബേസിക് കോൺസെപ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, എന്തൊക്കെയാണ് പ്രൊഡക്ഷൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് കണ്ടു. ടോട്ടൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ് എന്നതൊക്കെ കണ്ടു. അതിനുശേഷം ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ അതിൻ്റെ ഫിഗർ കണ്ടു. അതിൻ്റെ സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 അതിൽ 3 എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളതും വിശദീകരിച്ചു തന്നു. അത് കഴിഞ്ഞ് ദ ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ, അതിൻ്റെ ഫിഗർ ഇൻക്രീസിങ് റിട്ടേൺസ് ഉണ്ട്, കോൺസ്റ്റന്റ് റിട്ടേൺസ് ഉണ്ട്, ഡിമിനിഷിങ് റിട്ടേൺസ് ഉണ്ട്. അത് പോസിറ്റീവ് സ്ലോപ്പ്, സ്ട്രെയിറ്റ് ലൈന്, നെഗറ്റീവ് സ്ലോപ്പ്. മനസ്സിലായല്ലോ. ഇനിയും കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുക. ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം മാത്രം ആൻസേഴ്സിലേക്ക് നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി പ്രോസസ് ഓഫ് ട്രാൻസ്ഫോമിംഗ് ഇൻപുട്സ് ഇൻടു ഔട്ട്പുട്ട്സ് ടു ക്രിയേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് കോൾഡ്? Second question, what is the additional output gained by using one more unit of input while holding others constant? Third question, what is the time period during which at least one input is fixed in the production process? Fourth question, what refers to the total quantity of output produced by a firm using a given quantity of inputs? Fifth question, what is the relationship between the scale of production and the resulting level of output in the long run called? ഇപ്പോൾ പഠിച്ചതേ ഉള്ളൂ. Okay, what are the 3 stages of the law of variable proportion? Which type of returns to scale occurs when all inputs increase proportionally and output increases by the same percentage? What is the term used for the output per unit of the variable factor used in production? What is the production function that allows all inputs to be adjustable? What will be the total product when the marginal product is 0? Okay, answers കൊടുത്തിട്ടുണ്ട്. Thank you.